ധർമ്മസ്ഥല ഇന്ന് ഇന്ത്യ മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ സ്ഥലത്തേക്കാണ് അല്ലെ. സിനിമയെ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ 20 വർഷത്തോളമായി അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ജമ്മു കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഈ ഒരൊറ്റ സ്ഥലത്തെ കുറിച്ച് മാത്രമാണ്. അത്രയും ഇവിടുത്തെ സംഭവ വികാസങ്ങൾ സെൻസേഷനലായി മാറി എന്നുള്ളതാണ്. അതിന് മാത്രം അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത് അല്ലെ, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചെല്ലാം പറയുന്നതിന് മുമ്പ് അവിടെയുള്ള ഒരു അമ്പലത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഈ അമ്പലത്തെ ചുറ്റിപ്പറ്റിയാണ് അവിടെ ഈ സംഭവ വികാസങ്ങളെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ അമ്പലത്തിന്റെ പേരാണ് മഞ്ജുനാഥേശ്വരി ക്ഷേത്രം. മംഗലാപുരത്ത് നിന്നും 75 കിലോമീറ്റർ മാറി ധർമ്മസ്ഥ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രം നോക്കി നടത്തുന്നത് ഒരു ജൈന കുടുംബമാണ്. ഇന്ത്യയിലെ തന്നെ അങ്ങനെയുള്ള ഏക ക്ഷേത്രമാണിത്. അതിസമ്പന്നമായ ഹെഡ്ജെ കുടുംബമാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. 1960 മുതൽ വീരേന്ദ്ര ഹെഡ്ജെ ആണ് ഇതിന്റെ മെയിൻ മേൽനോട്ടക്കാരൻ. അദ്ദേഹം ഇപ്പൊ നിലവിൽ രാജ്യസഭാംഗമാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം അത്രയും അതിക്രൂര സംഭവങ്ങളാണ് അദ്ദേഹം മേൽനോട്ടം വഹിക്കുന്ന ക്ഷേത്രത്തെ ചുറ്റുപറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തോളമായി കൊടിയ പീഡനങ്ങളും കൊലപാതകങ്ങളുമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതും പുറം ലോകത്ത് ഒരു കുഞ്ഞു പോലും അറിയാതെ. ഇത് ആദ്യമായി പുറം ലോകത്തോട് തുറന്നു പറയുന്നത് 1998 മുതൽ 2014 വരെ ഈ ക്ഷേത്രത്തിൽ ക്ലീനിങ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ അത് പുറത്തു വന്നു കഴിഞ്ഞാണെങ്കിൽ അദ്ദേഹം ഉറപ്പായും മരണപ്പെടും. അത്രയും സെൻസേഷനലാണ് ഈ കേസ്. അദ്ദേഹം ധർമ്മസ്ഥലയിലെ SP-ക്കും കർണാടകയിലെ DYSP-ക്കും ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിലൂടെയാണ് അവിടെ കഴിഞ്ഞ 20 വർഷത്തോളമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. കൂടാതെ ആ കത്തിലൂടെ തന്നെ ഒരു പരാതിയും കൂടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിലുള്ള പരാതി. കഴിഞ്ഞ ജൂലൈ 3-നാണ് ഇദ്ദേഹം ഈ പരാതി സമർപ്പിക്കുന്നത്. എന്തായാലും അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതോടെ വൺ സെൻസേഷനിലായി ഇത് മാറി എന്നുള്ളതാണ്. ഇനി എന്താണ് അവിടെ കഴിഞ്ഞ 20 വർഷത്തോളമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 11 വർഷം മുമ്പാണ് ഞാൻ കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ട് ധർമ്മസ്ഥലയിൽ ഒരു അയൽ സംസ്ഥാനത്ത് താമസമാക്കുന്നത്. ഇതിനുശേഷം ദിവസവും വേട്ടയാടപ്പെടുകയാണ് ഞങ്ങൾ. വധഭീഷണികളും വരുന്നുണ്ട്. ഒരു കീഴ്ജാതിക്കാരനായിട്ടുള്ള ഞാൻ 1995 മുതൽ 2014 ഡിസംബർ വരെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ക്ലീനിങ് ജോലികൾ ചെയ്തു. നേത്രാവതി പുഴയോരത്തും പരിസര പ്രദേശത്തുമെല്ലാമായിരുന്നു ക്ലീനിങ് ജോലികൾ. തുടക്കത്തിൽ തന്നെ നിരവധി മൃതദേഹങ്ങളാണ് അവിടെ ഞാൻ കണ്ടത്. ആത്മഹത്യ ചെയ്തവരോ മുങ്ങി മരിച്ചവരോ ഒക്കെ ആകുമെന്നാണ് അന്ന് കരുതിയിരുന്നത്. പലരും വിവസ്ത്രരായ നിലയിലായിരുന്നു. അങ്ങനെ 1998-ലാണ് മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ ക്ഷേത്രത്തിലെ മേൽനോട്ടക്കാരിൽ ഒരാൾ എന്നോട് ആദ്യമായി ആവശ്യപ്പെടുന്നത്. പറ്റില്ലെന്നും പോലീസിൽ പരാതിപ്പെടുമെന്നും ആദ്യം ഞാൻ പറഞ്ഞു നോക്കി. കൊടിയ മർദ്ദനങ്ങളാണ് അതിന്റെ പേരിൽ നേരിട്ടത്. പറഞ്ഞ പണി ചെയ്തിട്ടില്ല എങ്കിൽ ആ കിടക്കുന്നവരുടെയും അനുഭവം നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും ഉണ്ടായി. ആ കൊടും പാതകങ്ങളിൽ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും എങ്ങനെ പങ്കാളിയായി എന്ന് വിവരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ ഞെട്ടിക്കുന്നതാണ്. അതിങ്ങനെയാണ്: വിവസ്ത്രരായും അടിവസ്ത്രമില്ലാത്ത നിലയിലും നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ. ചിലതിൽ ലൈംഗിക പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും പാടുകളുണ്ട്, മുറിവുകളുണ്ട്, ശ്വാസം മുട്ടിച്ചു കൊന്നതിന്റെ അടയാളങ്ങളുമുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100-ലേറെ സ്ത്രീകളാണ് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുകയും കുഴിച്ചു മൂടപ്പെടുകയും ചെയ്തത്. മേൽനോട്ടക്കാരൻ എന്നെ പലയിടങ്ങളിലും കൊണ്ടുപോകും. അവിടെയെല്ലാം ഓരോരോ മൃതദേഹങ്ങൾ കിടക്കുന്നുണ്ടാകും. പലതും പ്രായപൂർത്തി എത്താത്ത കുട്ടികളായിരുന്നു. എന്നെ നിരന്തരം വേട്ടയാടുന്ന ഒരു സംഭവമുണ്ട്. 12-നും 15-നും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മൃതശരീരമുണ്ട്. കല്ലേരിയിലെ ഒരു പെട്രോൾ ബങ്കിൽ നിന്നും ഏതാനും മീറ്റർ അകലെ കിടക്കുന്നു. 2010-ലായിരുന്നു ആ സംഭവം. സ്കൂൾ യൂണിഫോമിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. പക്ഷെ പാവാടയും അടിവസ്ത്രങ്ങളും ഒന്നും ആ കുഞ്ഞു ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ലൈംഗിക അതിക്രമത്തിന്റെയും കൈത്തി ഞെരിച്ചു കൊന്നതിന്റെയും മുറിവുകൾ ആ കുഞ്ഞു ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഒരു കുഴി കുത്തി അതിൽ ആ കുട്ടിയെ സ്കൂൾ ബാഗോട് കൂടി കുഴിച്ചു മൂടാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ആശലൊഴിച്ച് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു 20 വയസ്സുകാരുടെ മൃതദേഹവും എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പത്രത്തിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ആ ബോഡി ഉണ്ടായിരുന്നത്. പെട്രോൾ ഒഴിച്ച് ആ ശരീരം മുഴുവനും കത്തിച്ച് കളയാനായിരുന്നു എനിക്ക് കിട്ടിയ നിർദ്ദേശം. ഇവിടെ സ്ത്രീകളും കുട്ടികളും മാത്രമല്ല, ധർമ്മസ്ഥലയെ ചുറ്റിപ്പറ്റി കഴിഞ്ഞിരുന്ന അനാഥർ, ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ച മനുഷ്യർ, യാചകർ, അവരുടെ എല്ലാം കൊലയ്ക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. മിക്ക മൃതദേഹങ്ങളും കുഴിച്ചു മൂടാൻ ഞാൻ നിർബന്ധിതനായി. പലതും കത്തിച്ചു കളയാൻ എനിക്ക് മേൽ സമ്മർദ്ദമുണ്ടായി. പിന്നീട് എങ്ങനെയാണ് ഈ കൊടും ക്രൂരതകളുടെ നിഗൂഢ ലോകത്ത് നിന്നും രക്ഷപ്പെട്ടത് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതൊരു നടക്കുന്ന സംഭവമായിരുന്നു. 2014-ലായിരുന്നു അത് അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ കുടുംബത്തിലെ ഒരു കൗമാരക്കാരി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി. അന്ന് ക്ഷേത്രത്തിലെ മേൽനോട്ടക്കാരനുമായി ബന്ധമുള്ള ഒരാളായിരുന്നു ഈ കൃത്യം ചെയ്തത്. അതോടെ എല്ലാം ഇട്ടെറിഞ്ഞ് രക്ഷപ്പെടാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് കുടുംബത്തെ കൂട്ടി ധർമ്മസ്ഥലയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അയൽ സംസ്ഥാനത്ത് പേര് വിവരങ്ങൾ ഒളിപ്പിച്ചും വീടുകൾ മാറി മാറിയും കഴിഞ്ഞു വരികയായിരുന്നു. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ
വാക്കുകൾ. ഇതിൽ നിന്ന് തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂര ബലാത്സംഗത്തിന്റെയും ക്രൂര പീഡനങ്ങളുടെയും ക്രൂര കൊലപാതകങ്ങളുടെയും വെറും മറ മാത്രമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മതിൽ കെട്ടുകൾക്ക് ഇപ്പുറത്ത് പൊളിറ്റിക്കൽ അധികാരമുള്ള പലരെയും ക്രൂര ബലാത്സംഗത്തിനും ക്രൂര പീഡനത്തിനും ക്രൂര കൊലപാതകത്തിനും ഇരയാക്കിയിട്ടുണ്ട്. അവർ ആരൊക്കെയാണ് എന്ന് ഇന്നും പുറംലോകത്തിന് അജ്ഞാതമാണ്. എന്തായാലും 2014 മുതൽ പല വീടുകളും മാറി മാറി താമസിച്ച് ഈ ക്ലീനിങ് ജോലി ചെയ്തിരുന്ന വ്യക്തി ഈ അടുത്തിടെ എന്ത് ചെയ്തു? വേഷമാറി ധർമ്മസ്ഥലയിലെത്തി. എന്നിട്ട് അവിടെ നിന്നും താൻ കുഴിച്ചിട്ട ചില ശവശരീരങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. എന്നിട്ട് അവയുടെ എല്ലാം ഫോട്ടോകൾ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. ആ ഫോട്ടോകളെല്ലാം വെച്ചിട്ടാണ് അദ്ദേഹം എസ്പിക്കും ഡിവൈഎസ്പിക്കും പരാതി നൽകുന്നത്. അതായത് കൃത്യമായ തെളിവുകളോടെയുള്ള പരാതി. അതുകൊണ്ട് തന്നെ പരാതി സ്വീകരിക്കാതിരിക്കാൻ പോലീസിന് നിർവാഹമില്ലായിരുന്നു. എന്തായാലും സംഭവം ഇതോടെ കോടതിയിലെത്തി. കോടതി മുമ്പാകെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകങ്ങൾക്ക് പിന്നിൽ മിക്കതും അതിനെ നടത്തിപ്പുകാരുമായി ബന്ധമുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അവരാണ് അതിന്റെ യഥാർത്ഥ പ്രതികൾ. അവരുടെ പേര് വിവരങ്ങളെല്ലാം തന്റെ കൈവശമുണ്ട്. അതെല്ലാം താൻ വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് ഈ ക്ലീനിങ് തൊഴിലാളി പറയുന്നത്. പക്ഷെ അത് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തനിക്ക് നിയമത്തിന്റെ സംരക്ഷണം തരണം പോലും. അത് തരാമെന്നുള്ള ഉറപ്പ് കോടതി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ ഇതുവരെയും പുറത്തു വിടാതിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെയും കൂട്ടി പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ നിന്നും ചില മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുകയും ചെയ്തു. അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായി ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി അഥവാ അതിനിടയിൽ മരണപ്പെടുകയാണെങ്കിൽ തെളിവുകൾ പുറത്തു വരാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചാൽ പോലും പല തെളിവുകളും പുറത്തു വരുമെന്ന് സാരം. എന്തായാലും ഇതിനിടയിൽ വുമൻസ് ചെയർപേഴ്സണും മുഖ്യമന്ത്രിക്കും വരെ ഇദ്ദേഹം കത്ത് എഴുതിയിട്ടുണ്ട്. അവരെല്ലാം അദ്ദേഹത്തിന്റെ പരാതികൾ സ്വീകരിച്ച മട്ടാണ്. സ്വീകരിക്കാതെ വേറെ നിർവാഹമില്ലല്ലോ. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ ധർമ്മസ്ഥ പോലീസ് സ്റ്റേഷനിൽ പല പെൺകുട്ടികളുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട് പല മാതാപിതാക്കളും കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴെല്ലാം പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അവരങ്ങ് പറഞ്ഞയക്കും. കാരണം പോലീസിന് അറിയാം ആ കുട്ടികളെല്ലാം എവിടെയാണ് എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ പോലീസിന് അറിവോട് കൂടി ആയിരിക്കണം ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്, അല്ലെ? ഈ കാണാതായവരിൽ ഈ മഞ്ജുനാഥേശ്വരി ക്ഷേത്രത്തിൽ തീർത്ഥാടനത്തിന് വന്നവർ തൊട്ട് ആ പരിസര പ്രദേശത്ത് താമസിക്കുന്നവർ തൊട്ട് അതിന് പരിസര പ്രദേശത്ത് പഠിക്കാൻ വന്ന കുട്ടികൾ വരെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അവരെല്ലാം ഈ ക്ഷേത്രത്തിനുള്ളിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. എന്തായാലും അതെല്ലാം ഇനി മറന്നീക്കി പുറത്തു വരും, അത് ഉറപ്പാണ്. പക്ഷെ ഇത്രയൊക്കെയാണെങ്കിൽ കൂടിയും ഇതിനെല്ലാമുള്ള ക്രെഡിറ്റ് ഒരു വ്യക്തിക്കും കൂടി നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. സമീർ എംഡി എന്ന് പറഞ്ഞൊരു കന്നഡ യൂട്യൂബർക്ക്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് ഈ വിഷയം ഇത്രത്തോളം സെൻസേഷണൽ ആക്കി മാറ്റിയത്. തുടക്കത്തിൽ പല കന്നഡ മീഡിയകളും ഈ വിഷയം എടുക്കാൻ മടിച്ചപ്പോൾ ഈ സമീർ എംഡി എന്ത് ചെയ്തെന്ന് അറിയോ? ഒരു ഫിക്ഷണൽ സ്റ്റോറി പോലെ ധർമ്മസ്ഥയിലെ കഥ അങ്ങ് വിവരിച്ച്, അതും ഭയങ്കര സിനിമ സ്റ്റൈലിൽ BGM ഒക്കെ കുത്തിക്കയറ്റിയിട്ടുള്ള ഒരു വിവരണമായിരുന്നു. ശരിക്കും ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറി പോലെ ആയിരുന്നു അദ്ദേഹം അത് വിവരിച്ചിരുന്നത്. അതോടെ ആ വീഡിയോ വൻ രീതിയിൽ വൈറലായി മാറുകയും ഈ സംഭവം വൻ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അത് കാരണമായി തന്നെ സമീറിന് ഒരുപാട് നിയമ നടപടികൾ നേരിടേണ്ടി വന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം നടത്തി, മതവികാരം വ്രണപ്പെടുത്തി തുടങ്ങിയ കേസുകളൊക്കെ അദ്ദേഹത്തിനെതിരെ ഇപ്പൊ നിലവിലുണ്ട്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ വീഡിയോ യൂട്യൂബ് നീക്കം ചെയ്യുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും സമീർ തളർന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ 68 ലക്ഷത്തോളം പേർ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനും കൂടി നമ്മളൊരു ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ, അല്ലെ? ഇനിയും ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് പറയാനുണ്ട് കേട്ടോ. നമുക്ക് കേസ് ബൈ കേസ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.